ഗൈസ് അപ്പം നമുക്ക് കർക്കിടക കഞ്ഞി കിട്ടിയിട്ടോ അതെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇക്കാക്ക കൊണ്ടപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ മഗ്‌രിബ് കഴിയുമ്പോഴാണ് എല്ലാവർക്കും കഞ്ഞി കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഇക്കാക്ക വീട്ടിലേക്ക് കുറച്ച് കൊണ്ടുവന്നു ഉമ്മച്ചിക്ക് എല്ലാവർക്കും വേണമല്ലോ. അതെ നമുക്ക് ഇത്രയും കഞ്ഞി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയൊന്നും നിറച്ചൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഇതിലൊരു കുറച്ചൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി കഞ്ഞി കുടിച്ച് നോക്കട്ടെ, കഞ്ഞിയുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണമല്ലോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കർക്കിടക കഞ്ഞി കുടിക്കണത് കേട്ടോ. നോക്കട്ടെ, പാത്രത്തിൽ നല്ല ചൂടാണ്. ഞാൻ എത്ര എടുത്തിട്ടുണ്ട്, ഇതിന് കുടിക്കുമെന്നൊന്നും അറിയാൻ പാടില്ല, തന്നെ എടുത്തിട്ടുണ്ട്. അടച്ചു വെക്കട്ടെ. കർക്കിടക കഞ്ഞി ഇതാണ്ടാ. ഒരുപാട് ഉലുവ, ആശാളി, പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ ഇതിൽ ഇട്ടിട്ട് കേട്ടോ. ഇതിൽ ഉപ്പിടാൻ പാടില്ല എന്നാണ് പറയണത് കേട്ടോ. ഉപ്പിടാണ്ടാണ് ഈ കർക്കിടക കഞ്ഞി കുടിക്കേണ്ടത്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ല, ഉലുവയും ആശാളിയൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഇത് ഉണ്ട്, എന്നാലും എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു ഇത് തോന്നണില്ല, നല്ലതായിട്ടാണ് തോന്നുന്നത്. ഞാൻ നിന്ന കുടിക്കണേ, കുറച്ച് കഴിഞ്ഞ് എനിക്ക് ഇരുന്ന് കുടിക്കാനുള്ളതാ. നമ്മൾ കർക്കിടക കഞ്ഞി കുടിക്കുമ്പോൾ ഉപ്പിടാതെ കുടിക്കണത്. എനിക്കാണ് ഉപ്പില്ലാണ്ട് പറ്റൂല കേട്ടോ, അങ്ങനത്തെ ആളാണ് ഞാൻ. ശരീരത്തിലെ നീർക്കെട്ടൊക്കെ പോകാനായിട്ട് നല്ലതാണ് ഇത്ര ഇത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ വിചാരിച്ച എന്നാ ഇച്ചിരി കുടിച്ചളയാന്ന് ഓർത്തു. എനിക്ക് പിന്നെ ഇതിനെപ്പറ്റി പറയാനായിട്ട് അങ്ങനെ കൂടുതലായിട്ടുള്ള അറിവ് എനിക്കില്ല. ആദ്യമായിട്ടാണല്ലോ ഞാൻ ഇത് കുടിക്കണത്, അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഞാൻ പറയണില്ല. പിന്നെ നമ്മുടെ പള്ളിയിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇപ്പൊ ഇത് കുടിച്ചത് തന്നെ, അല്ലെങ്കിൽ പിന്നെ ഇതും ഉണ്ടാവൂല. എന്തായാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഞാൻ പോയിരുന്ന് കുടിക്കട്ടെ ഇനി.